ഇതിലൂടെയാണ് ഈ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നതും. അടിപൊളി. അപ്പൊ ഈ ഷോപ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വിഗ്ഗി, സൊമാറ്റോ ഡെലിവറി എല്ലാം വെക്കും. അതാകുമ്പോ എല്ലാവർക്കും എത്തും. കാരണം ഇപ്പം കുറെ പേര് ഇങ്ങനെ വരാൻ പറ്റാത്തവര് ചിലർ പോർട്ടറിനെ വിട്ട് കഴിഞ്ഞാൽ പറ്റുമോ ചോദിക്കും. അവൻ വിട്ടോളാൻ പറയും. ഞങ്ങൾ മാറ്റി ആ പേര് കറക്റ്റ് വരുമ്പോ ഞങ്ങൾ പാർസൽ എടുത്ത് വെക്കും. പോർട്ടർ വരുമ്പോ അങ്ങനെ കൊടുത്തു വിടാം. അല്ല മെസ്സേജ് അയക്കും. കോൾ ചെയ്യാൻ നമ്പർ ഇല്ലല്ലോ, ഇൻസ്റ്റയില് മെസ്സേജ് അയക്കും. അപ്പം നേരത്തെ മെസ്സേജ് അയച്ച് നൈറ്റ് ഒക്കെ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ട്, പോർട്ടർ അയച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആണോ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഫോൺ നോക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഞങ്ങൾ എല്ലാ മെസ്സേജും നോക്കാറുണ്ട്. അയക്കുന്നവർക്കറിയാം ഞങ്ങൾക്ക് എല്ലാ റെസ്പോൺസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഞങ്ങൾ നൈറ്റ് ഒക്കെ ഇരുന്ന് നോക്കി ഓക്കെ നാളെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ലിസ്റ്റ് ഓൾറെഡി ഇട്ട് വെക്കും. അത് മാറ്റി വെക്കുമ്പോൾ അവര് പോർട്ടർ വിടാറാകുമ്പോൾ വിടും, കൊടുക്കാറുണ്ട്. അങ്ങനെ അല്ലാതെ ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പുതിയ ആരെങ്കിലും ഇതേപോലെ വെച്ചിട്ടുണ്ടോ സെർവ് ചെയ്യാനായിട്ട് 1-2 പേരൊക്കെ നിൽക്കുന്ന? അത് യൂഷ്വലി അവിടെ ഉണ്ടാവുന്ന എല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. പിന്നെ അച്ഛനുണ്ട്, പിന്നെ ഞങ്ങളുടെ സിസ്റ്റർ ഉണ്ട്. ഈ 2 ദിവസം ക്വീൻസ്വേയിലും പനമ്പള്ളിയിലും ഒരു പുതിയ ആളുണ്ടായിരുന്നു, സാംസൺ. അത് കംപ്ലീറ്റ് സ്ട്രേഞ്ചർ. നമ്മള് ഒരു പ്രാവശ്യം സ്റ്റോറി ഇട്ടു. ആളെ ഹയർ ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും അന്ന് ഉണ്ടായില്ല. വോളണ്ടിയർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുപേര് വന്ന് പോയി. ഇയാള് അപ്പൊ വന്നില്ല, മെസ്സേജ് അയച്ചായിരുന്നു. ആക്ച്വലി വരാൻ പറ്റിയില്ല, അവർക്ക് ആ സമയത്ത് ബ്ലോക്ക് എന്തോ കിട്ടി, അങ്ങനെ വരാൻ പറ്റില്ല കഴിഞ്ഞ വീക്കെൻഡ്. അപ്പൊ 8-ാം തീയതി വരാന്ന് പറഞ്ഞു. ആ വീക്കെൻഡിൽ വർക്കില്ല, 8-ാം തീയതി വരാന്ന് പറഞ്ഞു. കറക്റ്റ് ഞങ്ങളെ നോക്കി അവിടെ എത്തി, ക്വീൻസ്വേൽ അവിടെ എത്തി. ഞാനാണ് സാംസങ്ങിന്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടായത് പറഞ്ഞു. ഇന്ന് അപ്പോയിന്റഡ്. ഞാനായിരുന്നു സാധനം എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തുവിട്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ കറക്റ്റ് ഇങ്ങനെ സാംസൺ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ കാണിക്കരുത്. സാംസൺ ഓക്കെ അപ്പൊ അത്ര അപ്പോയിന്റഡ് പോകോ അവിടെ കൊണ്ട് വെച്ചോ, അങ്ങനെയാണ് കയറ്റിയത്. ഹെൽപ്പ് അങ്ങനെ അന്ന് പാഴ്സൽ വെക്കാനായിരുന്നു. ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഫ്രണ്ട്സ് ഞങ്ങൾ ഇതേപോലെ അതേ വൈബിൽ നിൽക്കുമെന്ന് പറയേണ്ടൊന്നും വരില്ല. അതേപോലെ തന്നെ കറക്റ്റ് അവിടെ ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞു ചായ ആദ്യം ചെയ്യേണ്ട. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആളുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു പാഴ്സൽ ഒരു കാര്യം ചെയ്യും, പാഴ്സൽ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബാഗ് കിട്ടൂല, ബാഗ് എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു കുന്ന് ബാഗ് മേടിച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പാഴ്സലിൽ അവർ പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല, അവിടെ തിരിയുമ്പോഴേക്കും പാഴ്സൽ അവിടെ റെഡിയാണ്. അപ്പൊ ഞാൻ ഇടും കൊടുക്കും, അത്രയും അടിപൊളിയായിട്ട്. പിന്നെ അന്ന് ഞങ്ങൾ നൈറ്റ് ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചാൽ 2 ദിവസത്തിൽ നല്ല അടിപൊളി കമ്പനിയായി. 2 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഇതിന്റെ ഒരു നല്ലൊരു ഭാഗമാണ്. അവിടെ വന്ന കസ്റ്റമേഴ്സ് ആയിട്ട് നമുക്ക് ആ ഒരു റിലേഷനേ ഉണ്ട്. ശരിക്കും നല്ല ഫണ്ണാണ്. ഡെയിലി കസ്റ്റമേഴ്സ് ഉണ്ടല്ലേ? ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ക്യൂൻസിൽ പോയാൽ അവിടെയും സെയിം കസ്റ്റമേഴ്സ് ഇപ്പുറത്തെല്ലാം അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടോ? ക്വീൻസ്വേയിൽ കുറെ ഒരു കല്ലൂർ വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ ചേട്ടാ അവിടെ വരാറില്ലേ എന്ന് പറയും. അല്ലാണ്ട് ശരിക്കും ഞങ്ങൾക്ക് കല്ലൂര് വന്നവര് പനമ്പള്ളി നേരിൽ ഇന്നലെ കണ്ടു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു ഏറ്റവും കൂടിയത് അല്ലേ? അത് സൂപ്പറാ, അവിടെ പോയി കഴിക്കുക എന്നുള്ളൊരു. ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ഡ്രീമായിരുന്നു. ഞങ്ങളിങ്ങനെ പറയും, ഞങ്ങൾ ഫസ്റ്റ് ഡേ പറയും എന്തോ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പൊ കസിൻ വന്നിട്ട് പറഞ്ഞു നല്ല ചായ ഇവിടെ കിട്ടും അപ്പൊ പോയിരുന്ന് ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട്. ഞാനിങ്ങനെ ചായ കുടിച്ചറിയുന്നു പറയുമ്പോ അപ്പൊ ഞാൻ അങ്ങനെ പോയതിനു ശേഷം ഇങ്ങനെ ശരണടുത്ത് പറയും കുറച്ച് നാള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർ നല്ല ചായ ഇവിടെ കിട്ടും ചോദിക്കുമ്പോ നമ്മുടെ കടയുടെ പേര് പറയണല്ലേ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെ തന്നെ ആവട്ടെ. ഷുഗർ ഒക്കെ ഇപ്പൊ നിങ്ങൾ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണോ ചായയില്? അല്ല, ഷുഗർ ഓൾറെഡി ഉണ്ട്. കാരണം ഇപ്പം കെറ്റിൽ പ്രിപ്പയർ ചെയ്ത് വരുന്നോണ്ട് ഷുഗർ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോ മൊത്തം പോവില്ല. അപ്പൊ അവിടെ വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വരുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാം ഷുഗർ ഇട്ടിട്ടാണ് വരുന്നത്. പക്ഷെ ഷുഗർ മീഡിയം ഷുഗർ ആണ്, ഓവർ അല്ല. എനിക്കത് നിർബന്ധമാണ്. കാരണം ഞാൻ മിക്ക സ്ഥലത്തും പോയിട്ട് എല്ലായിടത്തും മധുരം കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ പറയും എല്ലായിടത്തും ചേട്ടാ ഒരു ചായ മധുരം കുറവ് ഇങ്ങനെ പറയാ. അത് എല്ലായിടത്തും പറഞ്ഞു ശീലായി. അപ്പൊ ഇനി അങ്ങനെ ആവണ്ട വെച്ചിട്ട് ഒരു മീഡിയം ലെവൽ ഷുഗറിൽ പിടിക്കും, ഓവർ ആക്കാണ്ട്. ശ്രീലക്ഷ്മിയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിച്ചിരിക്കണം എന്നുള്ള മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഇപ്പൊ നിങ്ങൾ ലോഞ്ച് ചെയ്യാനുള്ള കോഫി ഡിഷും അല്ല ഇതും അല്ല, അങ്ങനത്തെ ഒരു മസ്റ്റ് ട്രൈ ഡിഷ് ഏതായിരിക്കും? ബിരിയാണി നല്ലതാണ്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ ഒരു മെനുവിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ട് മെനുവില്? ബിരിയാണി ഇപ്പൊ ഇതില് മെനുവിലില്ല. മെനുവിലുള്ളതൊക്കെ ഈ സ്നാക്ക് ഐറ്റംസ് ആണോ? സ്നാക്ക് അല്ല, ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ എല്ലാം ഒരു വെറൈറ്റി, എല്ലാം ഡിഫറെന്റ് ക്യൂസീൻ ആണ്. ഇവിടെ അങ്ങനെ ഇല്ലാത്തതായിരിക്കും. ഇവിടെ ചിലപ്പോ ചിലത് ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒതന്റിക് ആയിട്ട് ആ ഒരു ടേസ്റ്റ് ഞങ്ങൾ അവിടെ പോയി കഴിച്ച ടേസ്റ്റിൽ ഇവിടെ കിട്ടാറില്ല ചിലപ്പോ. അപ്പൊ പിന്നെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാരീസിൽ പോയി ഒരു 3-4 കിലോമീറ്റർ നടത്തിച്ചു. എന്നിട്ട് 30 മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു ഫുഡ് ഒരു ഒറ്റ ഡിഷ് കഴിപ്പിക്കാൻ. അത് എന്നിട്ട് ചീറ്റയും പറഞ്ഞു വിശക്കുന്നുണ്ട്, ഇതൊക്കെ വെറുതെ ഇൻസ്റ്റാഗ്രാം ഹൈപ്പാണ്, ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഒന്ന് വെയിറ്റ് ചെയ്യും. അത് വരുന്നുണ്ട്. അത് വരുന്നുണ്ട്.
അങ്ങനെ ഓരോ നാട്ടിൽ പോയിട്ടൊക്കെ ഓരോ ഫുഡ് കഴിച്ചിട്ട് അത് വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞങ്ങൾ അതാണ് പരിപാടി. ഞങ്ങൾക്ക് ഇപ്പൊ ശരൺ കാനഡയിലായിരുന്നല്ലോ, അപ്പൊ ഞാൻ യൂറോപ്പിൽ ഷെങ്കൻ വിസ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ കൺട്രി സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. അപ്പൊ അവൻ വരുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യും ഇന്ന കൺട്രീസ് പോകണം എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പൊ കറക്റ്റ് ഇങ്ങനെ വരുമ്പോ ഞങ്ങൾ 2 കൺട്രി പോവാ ഒരു 2 മാസത്തില്. അപ്പൊ പോകുമ്പം ഐറ്റിനറി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഐറ്റിനറി ഞാൻ ഉണ്ടാക്കും, പ്ലാൻ മൊത്തം മറ്റേ വിളിച്ച് ഇങ്ങനെ ബുക്കിംഗ് ഒക്കെ ഷെയർ ഇങ്ങനെയാണ് ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കാറ്. അപ്പൊ ഞാൻ ഐറ്റിനറി ഉണ്ടാക്കുമ്പോൾ കുറെ ഇങ്ങനെ ഐറ്റിനറി കണ്ടുപിടിച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. റെഡ് കളറാണ് ഫുഡ് സ്പോട്സ്. അത് തന്നെ കുറെ ഉണ്ടാവും. അതായിരിക്കും കൂടുതലും ചെറുതായിരിക്കും. ഇത് മൊത്തം റെഡാണല്ലോ. ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ കുറവായിരിക്കും. അത് കറക്റ്റ് തന്നെ നോക്കി, ഇത് മൊത്തം റെഡ് ആണല്ലോ, ഇത് മൊത്തം ചുമപ്പ്. പ്ലേസിൽ പോകണം എന്ന് വിചാരിക്കുമ്പോ തന്നെ അവിടെ എന്താ ഫുഡ് ഉള്ളതെന്ന് തപ്പുന്നു. അവിടെ എല്ലാ സ്ഥലത്തും മെയിൻ ഫുഡ് ഉണ്ടാവും, അതിന്റെ ഒതന്റിക് പ്ലേസ് ഉണ്ടാവും. അപ്പൊ പിന്നെ ഭയങ്കര എക്സൈറ്റ്. ഞാൻ ശരിക്കും ഒരു സ്ഥലത്തേക്ക് ഏറ്റവും എക്സൈറ്റഡ് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാനാണ്. രണ്ടാളും ഒന്നിച്ച് ഇങ്ങനെ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് കാണുമ്പോ തന്നെ നല്ലൊരു ഹാപ്പിനെസ് ആണ്. നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ലവ് മാരേജ് ആണ്. അപ്പൊ എവിടെ വെച്ചാ നിങ്ങൾ പരിചയപ്പെട്ടത്? കോളേജില് BBM ഒരുമിച്ചാ പഠിച്ചത്. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴൊക്കെ ഞങ്ങൾ നല്ല കട്ട ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് മെല്ലെ ഇങ്ങനെ കല്യാണം കഴിച്ച് സംഭവിച്ചു. അത് കല്യാണം കഴിച്ചതും പോലും ഞങ്ങൾ കല്യാണം കഴിച്ചു കുറെ നാൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ഫ്രണ്ട്സ് വൈബിന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാറൊന്നുമില്ല. ആൾക്കാർ ചോദിക്കും ഫ്രണ്ട്സ് ആണോ ശരിക്കും മാരീഡ് ആണോ ബ്രദർ സിസ്റ്റർ ആണോ അങ്ങനെയൊക്കെ അതുകൊണ്ടാണോ ചായ കപ്പിൾ അങ്ങനെ വന്നിട്ട് ആൾക്കാരൊന്നും ചോദിക്കുന്നത് കപ്പിൾസിന് മാത്രമുള്ള ചായ ആണോ അതും ചോദിക്കുന്നുണ്ട്. ചേട്ടനും തരാം. എത്ര വർഷത്തെ റിലേഷൻ ആയിരുന്നു മാരേജിലോട്ടായത്? 7-8 വർഷം സംതിങ്. ചോദിക്കരുത്, ഇവിടെ പ്രശ്നമാക്കരുത്. അപ്പൊ എന്തായാലും എത്ര വർഷത്തെ ആണെങ്കിൽ പോലും നിങ്ങളതൊരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഒരു ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു, നന്നായിട്ട് പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷം തന്നെയാണ്. അപ്പം ശരിക്കും ഇനി ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾ പഠിച്ച ആ ഒരു കോഴ്സിന്റെ റിലേറ്റഡ് പോവാണ്ട് ഈ ഒരു വെഞ്ചർ കുറച്ചുകൂടെ ബിൽഡപ്പ് ചെയ്ത് പോകാനല്ലേ കറന്റ് പ്ലാൻ? ഇപ്പൊ പ്ലാൻ അതാണ്. കാരണം ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശരൺ ആയാലും ഞാൻ പറയും ഒരു ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും. ഇപ്പൊ ശരൺ പറയും ആണോന്ന് പറയും. എന്നിട്ട് അവിടെ കടയിൽ ആക്ച്വലി ഞങ്ങൾ അങ്ങനെ ഇട്ട് ആൾക്കാർ ഒരു ബൈറ്റ് ചെയ്തിട്ട് എടാ സൂപ്പർ എന്നിങ്ങനെ പറയുമ്പോൾ അവര് തമ്മിൽ പറയണ കേട്ടു. അപ്പൊ സംഭവം കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ സാധനം കഴിച്ചിട്ട് ആ ഒരു റിയാക്ഷൻ കിട്ടും. കുഞ്ഞു പിള്ളേരൊക്കെ ശരിക്കും അവരുടെ മുഖത്ത് കാണാൻ പറ്റും ആ ഒരു സന്തോഷം. അപ്പൊ ഇങ്ങനെ വാവ് നൈസ്. അപ്പൊ ഞങ്ങള് പിന്നെ അങ്ങനെ ആൾക്കാർ വരുമ്പോൾ കുറെ പുതിയ സൗഹൃദങ്ങൾ, കുറെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് അത്രയും നല്ലൊരു ബന്ധം ഞങ്ങൾ എല്ലാവരും സംസാരിക്കും. ഇപ്പോഴും അവിടെ നിന്ന് കിട്ടിയ കോണ്ടാക്ട്സ് കുറെ ഉണ്ട്. അവര് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അതായത് ഷോപ്പ് കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ കൂടെ തന്നെ അവരും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഞങ്ങൾ വിചാരിച്ചിങ്ങനെ നിൽക്കും ഇതെങ്ങനെ ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, യൂണിവേഴ്സ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ഓരോ സംഭവം ഇത് എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോഴേക്ക് കറക്റ്റ് ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഉണ്ട് വേണോ വേണം കറക്റ്റ് ഒരു മെഷീൻ മേടിക്കാൻ പോയി ഞങ്ങള്. ആ ഒരു കറക്റ്റ് സമയത്ത് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ട് ആളുടെ പരിചയത്തിൽ ഒരു ഷെഫ് ഉണ്ട്. അപ്പൊ ആ ഷെഫ് വിളിച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നോക്കി മേടിക്കണം. അങ്ങനെ ഓരോന്നിങ്ങനെ കറക്റ്റ്. അതേപോലെ ഞങ്ങൾക്ക് ഇപ്പം ഇതെങ്ങനെ ബിസിനസ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല, കൺസൾട്ടൻസിന് വല്ലതും കാണണോ. കാരണം ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ബിസിനസ് നടത്താൻ ഫുഡ് ഉണ്ടാക്കാൻ ഓക്കെ കോൺഫിഡൻസ് ഉണ്ട്, ഇങ്ങനെ ഒറ്റയടിക്ക് ഇതാവുമെന്ന് വിചാരിച്ചില്ല. ബസ്സിൽ ഇരുന്നിട്ടായിരുന്നു, തൃശ്ശൂർക്ക് പോകായിരുന്നു. 5 മിനിറ്റിൽ കോൾ വന്നിട്ട് ഞങ്ങൾ ബിസിനസ് കൺസൾട്ടന്റ് ആണ് മാം, നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്, താല്പര്യം ഉണ്ടോ സംസാരിക്കാൻ? താല്പര്യമുണ്ട്, നാളെ വരൂ. അങ്ങനെ കറക്റ്റ് എല്ലാം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ കുറെ നാള് ഞങ്ങൾ കുറെ ട്രൈ ചെയ്ത് വേറെ കരിയർ വൈസ് ഒക്കെ ട്രൈ ചെയ്ത് കുറെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ ഒരു ഡൗൺ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കും എന്തെങ്കിലും ഇത് പൊന്തും, എന്തെങ്കിലും ഇത് റെഡി ആവും. ആ റെഡി ആവുമ്പം ശരിക്കും ഈ യൂണിവേഴ്സ് മൊത്തം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ്. ആ ഒരു മാജിക് ആണ് ഇപ്പൊ കാണുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇതൊന്നും ഇല്ലാണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് റീലില്ല, ഇൻസ്റ്റാഗ്രാമില്ല, ഒന്നുമില്ല. ഞങ്ങൾ വെറുതെ പോയി നിന്നു 3-4 ദിവസം. ആ സമയത്ത് വന്നിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ഓട്ടോ ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് എല്ലാം പറഞ്ഞ് എന്റെ കയ്യിലൊരു കെറ്റിലുണ്ട്, നിങ്ങൾ അതും കൂടെ ഉപയോഗിക്കുക, അപ്പൊ കുറച്ചും കൂടെ ചായ കൂടുതൽ കൊണ്ടുവരാലോ എന്ന് വരെ പറഞ്ഞു. കാരണം ഇതിലിപ്പോ 20 ചായ കൊടുക്കാൻ പറ്റില്ല, എന്റെ വലുതാണ്, അതിൽ 40 ചായ ഉണ്ട്. അപ്പൊ അത് ഞാൻ തരാം, എന്നിട്ട് നിങ്ങൾ ഇതിനൊക്കെ കൂടുതൽ വിൽക്കുന്ന ഒരു സമയം മാർക്കറ്റിൽ തിരിച്ചു തന്നാൽ മതി എന്ന്. അങ്ങനെ കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ ആ വഴിക്കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് വന്ന് ആ ഒരു സൗഹൃദം. പിന്നെ ഒരു പോലീസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ്. ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പോയി നിൽക്കുമ്പോൾ റൂട്ടിൽ നിൽക്കണല്ലോ, ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നിന്ന വഴിക്ക് ആരെങ്കിലും പ്രശ്നമാക്കുമോ. അപ്പൊ ഞങ്ങൾ നിന്നപ്പോൾ നേരെ പോലീസ്. അപ്പൊ ഈശ്വരാ പോലീസ് ഇട്ടിട്ടാ പ്രശ്നമാവും, ഇപ്പൊ തന്നെ പറക്കിയെടുക്കേണ്ടി വരും, കുറച്ചൊക്കെ പുറത്തേക്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പോഴേക്കും
രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും ആള് അവിടെ വഴി കൂടെ വരുന്ന ആൾക്കാരൊക്കെ അവിടെ പിള്ളേർ ചായ വെക്കുന്നുണ്ട്, നല്ല ചായ കിട്ടി വിട്ടോ. ഞാൻ നോക്കിയപ്പോ പോലീസ് അവിടെ വഴിയിൽ വരുന്ന എല്ലാരും കിട്ടി വിട്ടോണ്ടിരിക്കും. ഒരു ദിവസം മഴ പെയ്തപ്പോ ഞങ്ങൾക്ക് പെട്ടുപോയി, കാരണം അന്ന് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആകെ ടെൻഷനായി സാധനമൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ശരണ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്റെ സാർ എനിക്ക് വേറെ കുട തരാന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ ഈ കൂടെ നിങ്ങൾ എടുത്തോളൂ.